സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ കൂടി നിന്നവരോട് കയർക്കേണ്ടി വരുന്നൊരു മകനെ ഇന്നലെ കണ്ടു. ഒരു ഫോണുണ്ട്, ആരുടെ സ്വകാര്യതയിലേക്കും കടന്നു ചെല്ലുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ നിയന്ത്രണം വേണ്ടേ അരുണേട്ട എന്ന് ജ്യോതിഷ് ചോദിക്കുന്നു. 100% ജ്യോതിഷ്. ഇന്നലെ ആ കാഴ്ച കണ്ടപ്പോൾ നമുക്ക് ശരിക്കും സങ്കടമാണ് വന്നത്. ചന്തു ഗത്യന്തരമില്ലാതെയാണ് ഇന്നലെ അവിടെ ആ ഓൺലൈൻ പപ്പരാസികൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്നവരോട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് ഇനിയും അവരത് മനസ്സിലാക്കണം. മാധ്യമങ്ങൾക്കെല്ലാം അവിടെ ക്യാമറകൾ വയ്ക്കാനൊക്കെയുള്ള കൃത്യമായ സ്ഥലവും ക്രമീകരണവും അവിടെ ഉണ്ടായിരുന്നു. അതിനും അപ്പുറത്തേക്ക് ഈ വരുന്ന താരങ്ങളുടെ ഫോട്ടോ എടുക്കാനും ഇതിനിടയിൽ നിന്ന് ആഘോഷ നിമിഷങ്ങൾ കണ്ടെത്താനും വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ചില ഓൺലൈൻ പപ്പരാസികളുണ്ട്. ആ ഓൺലൈൻ പപ്പരാസികളോടാണ് താഴെ അവിടെ മരിച്ചു കിടക്കുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിലെ മനുഷ്യരായിരുന്നെങ്കിൽ ഇതേപോലെ വന്ന് ഈ താല്പര്യപ്രകാരം വന്ന് ഇത് എടുത്തുകൊണ്ട് പോകുമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ കുട്ടി ചന്തു അത് ചോദിച്ചില്ല. ചന്തു ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം അതായിരുന്നു. പക്ഷേ അതല്ല ആ ചന്തു പറഞ്ഞത്. ഒന്ന് മാറി നിൽക്കാൻ ഒടുവിൽ സഹികെട്ടാണ് അയാൾ പറയുന്നത്. എന്നിട്ട് എന്തൊക്കെയാണ് ചില സോഷ്യൽ മീഡിയകളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അതിരുവിട്ടാൽ നാട്ടുകാർ കയ്യേറ്റം ചെയ്യും തെരുവിൽ എന്നുള്ളത് ഇത്തരം ഓൺലൈൻ പപ്പരാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. 100% ചന്തു ചെയ്തത് ശരിയാണ്. ചന്തുവിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പാടില്ലായിരുന്നു. എന്തിന് മുഖ്യമന്ത്രി വരെ പ്രതികരിക്കേണ്ടി വരുന്ന അവസ്ഥ വന്നില്ലേ? മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞില്ല, അങ്ങോട്ട് മാറി നിൽക്കാൻ പറയുന്നത് നമ്മൾ ഇന്നലെ കേട്ടതല്ലേ. നമുക്ക് തന്നെ തോന്നി ഇത് എന്തൊരു കഷ്ടമാണ് എന്നാണ് തോന്നിയത്. അപ്പോൾ ഇത് വല്ലാതെ കുഴപ്പമായി തീരുന്നുണ്ട്. സ്വയം നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അത്രയേ ഉള്ളൂ.